വ്യാശരവാദി കത്തോലിക്കന്റെ നിക്കറിന്റെ അടി കൂടെ നക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ജെയും എല്ലാ അലവലാതി ജസ്വിൻ അടക്കമുള്ള തിയോഡോറയുടെ വ്യഭിചാര കഥകൾ പറഞ്ഞാസ്വദിച്ച് സ്വർഗഭോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഡിസ്കഷൻ ലോഞ്ചിലെ നിരീശ്വരവാദി കത്തോ അടിമകൾക്കുമുള്ള മറുപടി വരുന്നുണ്ട്. തീതോറയുടെ വ്യഭിചാരകഥ, ഒരുത്തനപ്പുറത്തിരുന്ന് പോപ്പിന്റെ വ്യഭിചാരകഥ പറയും, ഇപ്പുറത്തിരുന്ന് തീതോറയുടെ വ്യഭിചാരകഥ, എന്നിട്ട് വാണം അടിച്ചോണ്ട് എല്ലാ എണ്ണം മാറി വാണം അടിച്ചോണ്ടിരിക്കും. എടാ കള്ള കത്തോലിക്ക സഭയുടെ കുത്തകை എടുത്തിട്ട് ഞങ്ങളാണ് കത്തോലിക്ക സഭയുടെ ഒണ്ണാക്കന്മാരെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഈ അലവലാതി നുണയന്മാര്, തീതോറയുടെ വേശികളുടെ കഥ പറഞ്ഞ് രസിച്ച് വാണമടിച്ച് രസിക്കുന്ന ഈ അണ്ണാക്കന്മാരെ കത്തോകൾക്കുള്ള മറുപടി ഞാൻ ഇതൊക്കെ ഫേസ്ബുക്കിൽ പോവും. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതൽ ഒന്നുമില്ല. എടാ കോളനി കത്തോലടാ, നീയൊക്കെ ശുഭു പിടിക്കിന്റെ മലം തിന്ന് തടിച്ച് വീർത്ത് കൊഴുത്തിട്ടല്ലടാ അവന്റെ തന്ന കൈക്ക് കൊത്തിയിട്ടല്ലടാ നീയൊക്കെ പുറത്തേക്ക് വന്നത്. എടാ എത്ര നാളെ നീയൊക്കെ ശുഭു പിടിക്കലിന്റെ മലം തിന്നോണ്ടിരുന്നതാ അവിടെ. പൈസയില്ലാത്ത കണ്ടിന്ന് പറഞ്ഞ അവൻ തരുന്ന സാധനം കുറെ കാലം നീയൊക്കെ വാങ്ങി തിന്നാറുന്നല്ലോ, 1.5 വർഷം. എടാ നീ കൊണ്ടുപോടാ നിന്റെ എല്ലാ അച്ഛന്മാരെയും. ഇതാ മൈ രോമം, മൈ ഹെയർ. നീ നല്ല കത്തോലിക്കനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, 15 ലക്ഷത്തിന്റെ കോടീശ്വരനായ വലിയ കത്തോലിക്ക സ്വർണ്ണ കക്കോസ് തൂറുന്നതിനാണെന്ന് നീ ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ അപ്പൂപ്പന്മാരായിട്ട് പാരമ്പര്യമുള്ള കത്തിനാണ് കൊണ്ടുപോടാ ഞാൻ പറഞ്ഞ ക്ലിപ്പിന്റെ ഹെരസി തെളിയിക്കാനായിട്ട്. എടാ 15 ലക്ഷത്തിന്റെ കക്കൂസി തൂറുന്ന സ്വർണ്ണ കക്കൂസി തൂറുന്ന നാളെ കേട്ടവനെ ഞാൻ വെറും 5000 പ്രായമുള്ള ആൾക്കാർ. എടാ ആളാണെങ്കിൽ നീ കൊണ്ടുപോടാ. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ് യു കെൻ എക്സാമിനേഷൻ. നിനക്കുള്ള ചലഞ്ച കത്തോകളുടെ ഈ കള്ള കത്തോലിക്കരുടെ നേതാവായി നടക്കുന്ന 15 ലക്ഷത്തിന്റെ കക്കൂസി തൂർന്ന പണക്കാരനെ നിനക്കുള്ള ചലഞ്ച ഏറ്റെടുത്തോ. 3 ദിവസത്തേക്ക് പറ്റത്തില്ല കേട്ടോ, ജോലിയാ, അതുകൊണ്ടാ. യേശുവിന്റെ യേശുവിന്റെ മനുഷ്യത്വത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന്റെ ഇതാണ് യേശുവിന്റെ മനുഷ്യത്വത്തിലേക്ക്, യേശുവിന്റെ ഡിവിനിറ്റിയിലേക്ക് പരിശുദ്ധാത്മാവ് വരേണ്ട ആവശ്യമില്ല. യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്, യേശു തന്നെയാണ് പിതാവ്. കാരണം സത്തയിൽ ഇത് ഒരൊറ്റ ദൈവമാണ്. അപ്പം അത് താങ്കൾ പറയുന്ന മോഡലിസം അല്ലേ? അത് ഒരു മോഡലിസം അല്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതിന്റെ തിയോളജിക്കൽ വശം എനിക്ക് 100% അറിയത്തില്ല. തിയോളജിക്കൽ വശം എനിക്കറിയില്ല, എന്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ ഇരിക്കണം ചോദിച്ചു പോയവൻ ഓമ്പി.